ഗുഡ് മോർണിംഗ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? സോ ഇന്ന് ഞങ്ങളൊരു ഗേൾസ് ഡേ ഔട്ടിന് പോവാണ്. ഒരു ഗേൾസ് വൺ ഡേ ഔട്ട് എന്ന് പറയാം. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം എന്താ കുറച്ചൊരു നാടൻ വൈബ് പിടിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഒരു അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് ചുരിദാറൊക്കെ ആദ്യം സാരി എടുക്കാമെന്നുണ്ടോ വിചാരിച്ചത്. സാരി എടുത്തൊരു റീലൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്ക് ആക്ച്വലി വയ്യ, അപ്പോൾ ചെറിയ പനിയും കോൾഡും ഉണ്ട്. അപ്പോൾ അത് കാരണം സാരി എടുക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. പിന്നെ അവിടെ പോയാൽ കുറേ നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ള ആരോഗ്യം ഇല്ലാത്തത് കാരണം തൽക്കാലം നമ്മളൊരു നാടൻ ലുക്കിന് വേണ്ടി ഒരു കുഞ്ഞിക്കമ്മലും ചുരിദാറും കുപ്പിവളയും പൊട്ടൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാനും എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഫസ്റ്റ് പ്രിയദർശിനി ബസ്സിലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് പ്രിയദർശിനി ബസ്സിൽ കയറാൻ പോകുന്നത്. അപ്പോൾ അതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ബസ്സിൽ കയറിയിട്ട് കാണാം. ബസ് കയറാനായിട്ട് കന്യാപുരം KSRTC ബസ് സ്റ്റാൻഡിലാണ് പോയത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ദിവ്യയും മോളും ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നപ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടി ബസ്. അങ്ങനെ ബസ്സിൽ സീറ്റൊന്നും കിട്ടിയില്ല, നിൽക്കേണ്ടി വന്നു. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അപ്പം നല്ല ചൂടൊക്കെ ആയത് തന്നെ ക്ഷീണമാണ്. അപ്പം ഞങ്ങളൊരു ലൈം ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് ചില്ല് ചെയ്തു. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിട്ടോ, തമ്പാനൂർ. ഇനി ഇവിടെ നിന്ന് വേറൊരു ബസ് പിടിക്കണം. അപ്പം അത് ഏത് ബസ്സാണ് എവിടെ നിന്നാണെന്ന് അറിയില്ല. അപ്പം അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ബസ്സൊക്കെ പിടിച്ച് എത്തിയത് ഈ മുതലിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ദേവികയുടെ വീട്ടിലാണ്. ചെന്നപ്പോൾ തന്നെ മറ്റേ പെണ്ണ് കാണലിന് കൊണ്ടുവരുന്ന പോലെ ഞങ്ങൾക്ക് ജ്യൂസും കുറേ സ്നാക്സൊക്കെ തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ സ്ഥലം കാണാൻ ഇറങ്ങി. ഇങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടോ. ഇത് ശ്രീ ശിവപാർവതി ടെമ്പിൾ കണ്ടോ. ഈ ശിവലിംഗത്തിൻ്റെ ഈ വലിയൊരു സ്റ്റാച്ചു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം. ഇത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് റീലിൽ. ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലം പക്ഷേ ഇപ്പോൾ അടച്ചിട്ടുണ്ടാവും, അത് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ് കേട്ടോ. ഇവിടെ കുറേ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇത് അമ്പലത്തിൻ്റെ എൻട്രൻസ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറാനായിട്ട് ചെരുപ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാശ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ കാറ് തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെരുപ്പിട്ടിട്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഗുരുവായൂരിൻ്റെയൊക്കെ പുറത്തുള്ള പോലത്തെ ഒരു ലുക്ക് ഇതിൻ്റെ അകത്ത്. നോക്കി കുറേ കടകളുണ്ട്. ഈ ജിമ്മിക്ക് കട കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. ഈ ശിവലിംഗിൻ്റെ അകത്തിൽ കൂടെ ഒരു വഴിയുണ്ട്. കയറാൻ പറ്റുമോയെന്നറിയില്ല, നോക്കാം. ഭയങ്കര ഒരു കാം പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ സൈഡിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്കിങ്ങനെ ഭജൻസ് കേൾക്കാം. നല്ലൊരു എന്താ പറയുക, ഇവിടെ നടക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം. പിന്നെ കുറേ ടൂറിസ്റ്റുകളുണ്ട്, നോർത്ത് ഇന്ത്യൻസൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര റഷ് അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ട് നടന്ന് കാണാൻ പറ്റും എല്ലാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് എൻട്രി പാസ് ഉണ്ട്. ഒരാൾക്ക് 200 രൂപയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളത് അകത്തുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എന്തൊക്കെയോ അകത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് ഇതിൽ കൂടെ താഴെ ഇറങ്ങും എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്യാമറ വീഡിയോ ഒന്നും കയറ്റില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്യാമറ വീഡിയോ കയറ്റില്ല. അതറിയില്ലായിരുന്നു, അത് കാരണം അത് മിസ്സായി. അപ്പോൾ അകത്ത് കുറേ കയറാനുണ്ട്. അപ്പം ബേസിക്കലി അകത്ത് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എത്രയാണ് 108 ശിവലിംഗങ്ങളുണ്ട്. ക്ഷീണിച്ചോ നടന്ന്? നല്ലതായിരുന്നു.
108 ശിവലിംഗങ്ങളുണ്ട്. പിന്നെ 7 ചക്ര അതിൻ്റെ രൂപവും സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. പിന്നെ ദേവലോകമുണ്ട്, വൈകുണ്ഠമുണ്ട്, ദേവസദസ്സുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറി കറങ്ങി സ്റ്റെപ്പൊന്നും അല്ല, കരിങ്കല്ലിൻ്റെ തന്നെ സ്ലോപ്പാണ്. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ മുകളിൽ വരെ ഓരോ ചക്രയും ഓരോ നില പോലെ നടന്ന് മുകളിലെത്തിയിട്ട് പിന്നെ താഴത്തേക്ക് പോകുമ്പോഴാണ് കൈലാസം, വൈകുണ്ഠം അങ്ങനെയൊക്കെ കാണും. അപ്പോൾ ഇവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും നമുക്ക്. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ച് ഹിന്ദിക്കാരായിരുന്നു, അപ്പോൾ ഹിന്ദിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, പക്ഷെ മലയാളത്തിലും അവർ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കഥയും അതിൻ്റെ പിന്നിലത്തെ ഐതിഹ്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. എന്തായാലും ഇപ്പോൾ നടന്ന് തളർന്നു കുറച്ച്. ഓക്കെ, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അകത്ത് വീഡിയോ സമ്മതിക്കില്ല. സസ്പെൻസ് പോലെയില്ലേ? അപ്പം ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. ഇത് ബൊട്ടാനിക്കൽ ഗാർഡനാണ്. ഈ ഏരിയയിൽ ഇൻഡോർ പ്ലാന്റ്സ് ആണുള്ളത്. ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ. ഹായ്, കുറേ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കയറി മുകളിലേക്കൊക്കെ ഉണ്ട്. മല പോലെ കയറി പോകണം. ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം ശരിപ്രാന്തുള്ളവർക്കൊക്കെ ഇതൊരു സ്വർഗമാണ്. കണ്ടോ? പക്ഷേ ഔട്ട്ഡോറിനകത്ത് പോകുമ്പോൾ നല്ല ചുട്ട വെയിലാണ്. ഇപ്പോൾ സമയം 3 മണി ആവാറായി. അപ്പോൾ നല്ല വെയിലുള്ളത് കാരണം കുട പിടിക്കാതെ ഒരു നിവൃത്തിയുമില്ല. ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ നല്ല റേറ്റിന് ഞാനിപ്പോൾ കുറച്ച് ചെടി വാങ്ങിച്ചല്ലോ, അതിന് 30, 70, 75 രൂപയൊക്കെയാണ്. കുറച്ചധികം നടക്കാനും കയറാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല തൽക്കാലം. ഇപ്പോൾ ചട്ടികളും അകത്ത് നമ്മൾ പോട്ടിലിടുന്ന കല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ഇതിൻ്റെ അങ്ങോട്ട് ഇത് ബോൺസായി ഗാർഡനാണ് കേട്ടോ. ഫുൾ വെറൈറ്റി ഓഫ് ബോൺസായികളാണ് അങ്ങോട്ട്. എല്ലാം ഓരോ സെക്ഷനായിട്ടാണ്. ഇവിടെ കുറേ ജമന്തികളുണ്ട്. ഇവിടെയുണ്ട് കുറേ ബോൺസായികൾ. ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഇവിടെ ചട്ടികളൊക്കെ വാങ്ങിക്കാട്ടെ നമുക്ക്. പല ടൈപ്പ് ചട്ടികളുണ്ട്. ഇത് ബോൺസായി ഏരിയ കേട്ടോ. അതാ ഇതിന് 60,000 രൂപയാണ് ഈ ഒരു ബോൺസായിക്ക്. 60,000 ശരി. ഇതിന് 50,000, അതും 50,000. ഈ മരത്തിനപ്പം എത്രയായിരിക്കും? മിക്കവാറും വല്ല ഇത് ലാക്സിൽ എത്തും തോന്നുന്നു. നോക്കട്ടെ. ഇതിന് 5 lakh. ഇത് പക്ഷെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, സൈസ് ഉണ്ട്. അവിടെ ഒരു ചെറുതൊരെണ്ണത്തിന് 2 lakh ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അതെ. ഇനിയും ഉണ്ട് അങ്ങോട്ടേക്ക് കുറേ. സമയം ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല, അപ്പോൾ നടന്ന് അത്യാവശ്യം നല്ല ടയേർഡ്. അപ്പം അത് കാരണം ഞങ്ങൾ പോവാണ്. 15,000 ഇതിന്. 20,000. ഒരു ഫ്രൂട്ട് കണ്ടോ? ഇതെന്താണെന്നറിയോ? അറിയുന്നവർ പ്ലീസ് കോമെൻറ്റ്. വിഭവസമൃദ്ധമായ ലഞ്ച്. വിശന്നിട്ടും കൊതിയായിട്ടും വയ്യ. ഓക്കെ, ഇനി കഴിക്കട്ടെ. നല്ല അടിപൊളി വിഭവസമൃദ്ധമായ ലഞ്ചിന് ശേഷം ഞങ്ങളിപ്പോൾ റൂമിലേക്ക് പോകാം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്.
കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത ഒരു സ്പോട്ടിലേക്ക് പോവും. അതവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. സേമിയോ ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് ബാൽക്കണിയിലിരുന്ന് ഞങ്ങൾ കഴിച്ചു. ഗൈസ് നമ്മളിവിടെ പായസം കുടിച്ച് കഴിഞ്ഞു. പായസം പകുതിയാക്കിയ ഒരാൾ, പിന്നെ എന്തൊക്കെയോ പൊങ്ങച്ചാൻ പറഞ്ഞിരിക്കുന്ന വേറൊരാൾ. ഇപ്പം ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഹലോ ഒന്ന് നടക്കാനിറങ്ങി. ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും വ്ളോഗിങ്ങുമാണ് ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നല്ലപോലെ റെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ഒന്ന് നടക്കാനിറങ്ങി. പോകുന്ന വഴി കാണിച്ചു തരാം. നമ്മൾ ദേവികയുടെ പഴയ വീടിൻ്റെ അങ്ങോട്ട് പോകണം. അവിടെ കുറേ പറമ്പും പശുത്തൊഴുത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ കാണാൻ കിട്ടാത്ത കാഴ്ചകളാണല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങളങ്ങോട്ട് പോവാം. നമ്മൾ സ്ഥലത്തേക്ക് എത്താറായി. കാടിൻ്റെ അകത്തേക്കൂടെയൊക്കെയാണ് പോകുന്നത്. ആ വീടെത്തിട്ടോ. ഇതാണ് ഓടിട്ട വീട്. നല്ല പണ്ടത്തെ വീട്, നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പഴയ വീടുകൾ. നമ്മുടെ താരം നമുക്ക് പശുക്കുട്ടി പാറു. ഹലോ. അമ്മ പശു ഇവിടെ ഉണ്ട്. ബേബി പശു, നമ്മുടെ അമ്മ പശു. ഫാനൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര ലാവിഷാണ്. അപ്പോൾ ഗൈസ് ഇവിടെ എല്ലാം വിവരിച്ചു കൊടുക്കുന്ന ചേച്ചിയാണ്. എന്താണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന എൽത്തോർത്ത് ചേച്ചി. ഇതൊക്കെ കേട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മാതാശ്രീ. യോ ഞാനില്ല. ഇവിടെ നല്ല ഷെൽഫ് ഗൈസ്, കൊള്ളാം ഗൈസ്. അപ്പോൾ കണ്ടോ, ഫുൾ പൊടിയാണ്. അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ ഇത് കൊള്ളാം. അപ്പം നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാം. ഞാൻ പുറത്തോട്ട് ഇറങ്ങാം, ഇവർ അവിടെ ഇരിക്കട്ടെ. പശുക്കുട്ടീനെയും പറമ്പൊക്കെ കണ്ട് ഞങ്ങളുണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഉരുണിയപ്പൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോഴാണ് വീട്ടിലെ മെയിൻ ആളെത്തിയത് ഡേ കെയറിൽ നിന്ന്. പിന്നെ ആളുടെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക്. ഞങ്ങൾ അവിടെ നിന്ന് പോയത് ആഴിമല ശിവക്ഷേത്രത്തിലേക്കായിരുന്നു. ചെരുപ്പ് ഊരിയിടണം. ഇപ്പം മനസ്സിലായോ ഇതേതായ സ്ഥലം എന്ന്? കുറേ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫുൾ ശിവൻ്റെ സ്ഥലങ്ങളിലാണ് കേട്ടോ നമ്മൾ പോയിരിക്കുന്ന. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. ഇവിടെ കടലാണ്. അപ്പോൾ ഞങ്ങൾ കോവളം ബീച്ചിലെത്തി. പക്ഷെ ഞങ്ങൾ എത്തിയ ടൈം കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങി കളിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ പറ്റുമോ? കയറില്ല. ഇല്ല, നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് കാലൊന്ന് മുക്കിയിട്ടൊക്കെ വരാനാണ് പ്ലാൻ. There will be everything when you put it out there. അങ്ങനെ ഒരു അടിപൊളി ഗേൾസ് ഡേ ഔട്ട് കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.